ഫോർമാലിറ്റികളൊന്നും നടക്കാതെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും നമ്മുടെ കണ്ണൂർ പാർട്ട്നേഴ്സിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മറ്റുള്ള പരിപാടികളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ഫോർമൽ പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത്, ഇൻഫോർമൽ നമ്മുടെ ഒരു ഫാമിലി മീറ്റ് അത്രമാത്രം കരുതിയാൽ മതി. അതിൽ വളരെ സീനിയസ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിന്റെ അതുപോലെ തന്നെ വളരെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. കുറേ പേര് ഇതിൽ വരാത്തവരുണ്ട്. നടത്തണം, എത്ര കുറച്ച് ആളുകളായാലും കുഴപ്പമില്ല, നമ്മൾ നടത്തണം എന്നുള്ളൊരു ആഗ്രഹം പറയുകയും അതുപോലെ തന്നെ പഠന പ്രേമനോട് ഇക്കാര്യം സംസാരിച്ചു. അപ്പൊ അദ്ദേഹം നമ്മുടെ എല്ലാ കേട്ടുപദേശത്തിനും എന്താ പറയാ ഒരു മുൻപന്തിയിൽ അല്ലെങ്കിൽ മുൻകൈ എടുക്കുന്ന വ്യക്തി. പിന്നെ എല്ലാവരോടും സംസാരിച്ചു. അപ്പൊ ഇന്ന് ഡേറ്റ് കുറച്ച് ആളുകൾക്ക് ഇന്നത്തെ ഡേറ്റിന് പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ നാളാന്ന് വിചാരിച്ചു. നാളാന്ന് 24 എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് പ്രശ്നം. അപ്പൊ 23 എന്നുള്ള ഡേറ്റ് തീരുമാനിച്ചതാണ്. പട്ടം വിജയൻ അങ്ങനെ 2-3 പേര് നമ്മുടെ എത്ര പ്രായമായിട്ട് നമുക്കൊരു പ്രായമായിട്ട് തോന്നില്ല. നമ്മുടെ ഒരു കുടുംബത്തിൽ ഏറ്റവും ചെറിയ ആളുണ്ടാവല്ലോ, ആ ഒരു ഭാഗ്യം കിട്ടില്ല. ഞാൻ കുടുംബത്തില് മൂത്താളായതുകൊണ്ട് ആ ഒരു ഭാഗ്യമില്ല. പക്ഷെ നമ്മുടെ സീനിയർ കസിൻസിന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞിക്കളി ഉണ്ടല്ലോ, ആ ഒരു കുഞ്ഞിക്കളിയാണ് എനിക്ക് കുറെ സീനിയേഴ്സിന്റെ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രീഡം. ഇൻഫാക്ട് ഓക്കെ ശരിക്ക് ഞാൻ 2008 റിട്ടയർ ആയി 91 ഏവിയേഷൻ ഫീൽഡിലായിരുന്നു. എന്തായാലും ഡിഫറെന്റ് ഫീൽഡില് സർവീസിലിരിക്കുമ്പോൾ തന്നെ സൈക്കോളജി പഠിക്കുകയും പിന്നെ അവിടെ തന്നെ കൗൺസിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. 307 ഒക്കെയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതം. പിന്നെ അതിനുശേഷം കുട്ടി മൊബൈലിൽ പരിപാടി സീനിയർ പാർട്ട്നേഴ്സിനെ ആദ്യമായിട്ട് കാണുവാൻ പാർട്ണർ നാരായണൻ, പാർട്ണർ രാധാകൃഷ്ണൻ, പാർട്ണർ നോയൽ, ബാക്കി എല്ലാവരും ഏകദേശം പരിചിതരാണ്. ലേഡീസും അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിറ്റീസ്
എന്നെ അറിയില്ല. ബാക്കിയെല്ലാം ലേഡീസ് അറിയാമെന്ന് തോന്നുന്നു. ബേസിക്കലി എൻ്റെ നമ്മുടെ ഈ ഒരു ഗെറ്റ് ടുഗദറിന്റെ മുഖ്യമായ അതാണ് കുറച്ചുകൂടെ പോപ്പുലർ. ഭാര്യക്ക് പറയാനുള്ളത് പിന്നെ അവള് പറഞ്ഞോളൂ. അല്ല, കുടുംബത്തിനെ പറ്റി അവള് പറയുന്നത്. പിന്നെ നേവിയിൽ 66 ചേർന്നു, ബോയായി പാല് കുടിച്ച് വളർന്ന മനുഷ്യനാണ്. 1 വർഷം നേവിയില് ബോയ് ഇത് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ EMR ആയിരുന്നു. അതിനുശേഷമാണ് ആരോ പറഞ്ഞത് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് അപ്രൈസായി മാറിയത്. പിന്നെ എന്റെ ചോയ്സ് കാരണം തന്നെ ഇനിയും ഫ്യൂച്ചറിൽ ഇടത്തുള്ള ഫംഗ്ഷൻ ഫ്രീക്വൻ്റായിട്ട് കണ്ടക്ട് ചെയ്യും എന്ന് എൻ്റെ ശ്രദ്ധിക്കുമല്ലോ. ഇൻട്രൊഡക്ഷൻ പാർട്ട്. എൻ്റെ പേര് ബാലകൃഷ്ണൻ. Godfrey. Born and brought up from Badagara, Calicut district. 1968 Indian Navy joined Chedu without knowing what is Navy. Really, I didn't know anything. Just wanted to get out. Navy Aviation Division, class number 40. 1962 Navy ചേർന്നു. പിന്നെ 1982 Navy വിട്ടു. അതിനുശേഷം കുറച്ചു കാലം സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തു. പിന്നെ മസ്കറ്റിൽ വർക്ക് ചെയ്തു. ലാസ്റ്റ് 1 വർഷം സിംഗപ്പൂരിൽ ഇതുപോലെ എയർലൈൻസിലാണ്. എൻ്റെ ഭാര്യ ഗീത. ബിസിനസ്സാണ്. അവനെയും മറ്റേ നേവിയിൽ കയറ്റിയതായിരുന്നു. 2 ഷിപ്പ് ചെയ്തിട്ട് മടങ്ങി വന്നതാണ്. പിന്നെ പോയില്ല. പിന്നെ എൻ്റെ വൈഫ് സൗമ്യശ്രീ രാജീവ് എന്നാണ് പേര്. ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവായിട്ട് ഈ റീൽസും ഇങ്ങനെയൊക്കെ ഇടുന്ന ആളാണ്. പല കാര്യങ്ങളും കുക്കിങ്ങിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്. സൗമ്യശ്രീ രാജീവ് എന്നാണ്. അത് നമ്മുടെ വയ്യാമ്പലത്തുള്ള ആക്ടിവിറ്റീസ് ഞാൻ കൊണ്ടു കൊടുക്കുന്ന അതൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മെയിൻ ആക്ടിവിറ്റി. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, നമ്മളെ ഈ ഏജില് പലർക്കും പല അസുഖങ്ങളും. എൻ്റെ കാര്യമായ ഒരു ഇതായിരുന്നു ഷോൾഡർ, ഫ്രോസൺ ഷോൾഡർ. മിക്കവർക്കും ഉണ്ടെന്നാണ് ഞാനിങ്ങനെ അറിയുന്നത്. അപ്പോ അങ്ങനെ വന്നിട്ട് ആരോ പറഞ്ഞു ജിമ്മിൽ പോകണം. നേവിയിൽ A55 ക്ലാസ് ചീഫ് EAR ആയിട്ട് നേവിയിൽ നിന്ന് പുറത്തു വന്നു. നേവിയിൽ നിന്ന് വന്നതിന് ശേഷം ബോംബെയിൽ ഒരു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കോൺട്രാക്ടർക്ക് കൂടെ 15 കൊല്ലം മുഖാമുഖം കണ്ട സമയങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ ദൈവം കൈപിടിച്ച് ഞങ്ങളെ ഉയർത്തി കൊണ്ടുവന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു ദൈവവിശ്വാസിയാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു ഇഷ്യൂസിന് ഞാൻ പോകാറില്ല. ഞാൻ എൻ്റെതായ ഒരു ലൈഫ്. അതിന്റെ മുമ്പ് ഈ ഒരു മീറ്റിനെ പറ്റി ഒന്നും കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ് ഇവിടെ ആർട്ടിഫൈസേഴ്സിന്റെ മാത്രമായിട്ട് ഒരു മീറ്റ് ഉണ്ട്, പോവാന്ന്. ഞാനും ചെറിയ മോളെ, ഞങ്ങൾ രണ്ടുപേരും റിലക്റ്റന്റ് ആയിരുന്നു. അയ്യോ ഞങ്ങൾക്ക് ആരെയും അറിയില്ല, പോവണ്ട എന്നുള്ള മരുന്നുകൾ. എനിക്ക് 2 കുട്ടികളുണ്ട്. മകളാണ് MBBS കഴിഞ്ഞ ഡോക്ടറാണ്. ഗവൺമെന്റ് സർവീസ് ഏകദേശം 10 കണ്ടത് അതിനുശേഷം കണ്ടിട്ടില്ല. അന്ന് നല്ല സുന്ദരക്കുട്ടപ്പനായിരുന്നുള്ളവര് ആയിരുന്നു. ഇപ്പോഴും സൗന്ദര്യത്തിന് മാറ്റമൊന്നും വന്നാലും എന്നാലും കുറച്ച് പ്രായത്തിൻ്റെതായിട്ടുള്ള നേച്ചറിന്റെ കളി ഉണ്ടല്ലോ, കുറച്ചൊരു മാറ്റം വന്നില്ല. എനിക്ക് സംശയം.
മാത്രമേ ഉള്ളൂ. മകൻ അവിവാഹിതനാണ്, ഇവരങ്ങനെ എൻജോയ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. കൂടാളിയിൽ നിന്ന് കൂടാളി മിക്കവരും പറയായിരിക്കും, ചാലോട്ട് പറയാം, നടുക്ക് വരുന്നതാണ്. കൂടാളി 2 കിലോമീറ്റർ ടുവേർഡ്സ് ചാലോട്ട്, അവിടെയാണ് താമസിക്കുന്നത്. എപ്പോഴെങ്കിലും ആ ഏകത്തിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, തരംഗ മന്ത്രമുണ്ടോ, തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലത്തിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനഘ മന്ത്രമുണ്ടോ, തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ. ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ എന്നോടിക്കുന്നു നീ സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ, എന്നോടിക്കുന്നു നീ സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ. അന്ത്യാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമി സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ, ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി മനം പോലെ മംഗല്യം, മനം പോലെ മംഗല്യം, വേലിക്ക് വെളുപ്പാൻ കാലം, താലിക്ക് കുരുത്തോല, കോടിക്ക് കണ്ണിനിലാവ്, സിന്ദൂരത്തിന് മൂവന്തി, 100 വെറ്റില 100 തേച്ചോവായാടി തത്തമ്മേ, പഴുക്കടയ്ക്കത്തോടുമെനഞ്ഞോ മലയെന്ന കണ്ണ, 100 വെറ്റില 100 തേച്ചോവായാടി തത്തമ്മേ, പഴുക്കടയ്ക്കത്തോടുമെനഞ്ഞോ മലയെന്ന കണ്ണ. ഇന്ദ്രജാലം മെല്ലെയുണർത്തി മന്മഥന്റെ തേരിലേറ്റി, ഇന്ദ്രജാലം മെല്ലെയുണർത്തി മന്മഥന്റെ തേരിലേറ്റി, ഇന്ദുലേഖ കൺതുറന്നു കടമ്പിൻ പരാഗരേണു തീയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതെറ്റി വീണരണ്ടിലെ രേണുകേനാം രണ്ടുമേഘശകലങ്ങളാൽ പകരേക്കു നീങ്ങുന്ന
മൃദുഭംഗികൾ രേണുകേ നാം രണ്ടു വേഗശകലങ്ങൾ അകലേക്കു നീങ്ങുന്ന ഋതുഭംഗികൾ മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ കടലിൽ നിന്നൊരു തുള്ളി വെള്ളവുമായി കടലിൽ നിന്നൊരു തുള്ളി വെള്ളവുമായി കരിമൂകിൽ മാനത്ത് വന്നു കടലിൽ നിന്നൊരു തുള്ളി വെള്ളവുമായി കരിമൂകിൽ മാനത്ത് വന്നു മിഴിനട്ട് നിന്നൊരു പാദത്തിൻ പാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു മിഴിനട്ടു നിന്നൊരു പാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു മാരിവില്ലിൻ തേന്മല പാവാട വേണം മെല്ലാട വേണം പഞ്ചാരപ്പാനം കിളിക്ക് കിക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമുക്ക് മുത്താണ് നീ നമുക്ക് അത് കൂട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങി രൂപവതി നീലത്താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു ആ ആ ആ വനരസാലമയത്തിൽ വന്നു ചേർന്നൊരു വനമോഹിനി എന്ന സുന്ദരമക്കളത്തിലേന്തി വന്യപുഷ്പജാലം നിരയായി വന്നു വരവേക്കുവാനായി ഒരുങ്ങി നിന്നു ആ ആ ആ ആ ആ
വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ, വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ, മണികണ്ഠേശ്വര സുതനേ നിന്നെ കണി കാണണമെന്നും അടിയൻ കണി കാണണമെന്നും, വിനകളൊഴിക്കും കൊട്ടാരക്കര ഗണപതി ഭഗവാനേ. छूकर मेरे मन को किया तूने क्या इशारा, बदला ये मौसम लगे प्यारा जग सारा, छूकर मेरे मन को किया तूने क्या इशारा, बदला ये मौसम लगे के सफर में गुजर जाते हैं जो मकान, तो फिर नहीं आते, तो फिर नहीं आते। जिंदगी के सफर में गुजर जाते हैं जो मकान, तो फिर नहीं आते, तो फिर नहीं आते। आले बनाती हूँ खिड़की में आई नजर, घर से निकल के जीवन देने वाले हो दुनिया के रखवाले।